ഞാൻ ഫസ്റ്റ് പറയട്ടെ. ആ ഒന്നിച്ച് പറയാ. ഓക്കെ. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണി. ശരിയായ വെള്ളം കുടിച്ചിട്ട് എന്നിട്ട് പറയാം. താത്തൻ ഓഫീസിൽ പോകുമ്പോ ചിക്കൻ വാങ്ങിയിട്ട് പോയതാണ് കാണിച്ചു തരാം. ഇതാണ് ചിക്കൻ. എന്നിട്ട് മുറിച്ചും ചെയ്യാം. കൊച്ച് ഇട്ടിരിക്കുന്നു ഗായ്സ്. എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ഉണ്ട്. ഇങ്ങനത്തെ കാല്. ഇതാണ് കാല്. കാണിക്കണോ? കാണിക്കട്ടെ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കാലല്ലേ. ഞാൻ കാല് തിന്നലുണ്ട്. അമ്മ ഞാൻ വൃത്തിയാക്കട്ടെ. വേണ്ട, പാത്ത് വൃത്തിയാക്കാനായിട്ടില്ല. നമുക്ക് എന്താ ഞാൻ കുഞ്ഞല്ലേ, കുഞ്ഞു കൊച്ചായതുകൊണ്ടല്ലേ. കുഞ്ഞു കുട്ടികള് ചിക്കൻ വൃത്തിയാക്കാൻ പാടില്ലല്ലോ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രല്ലേ ഉള്ളൂ. അമ്മക്ക് പേടിയാവുക ഞാൻ പോയാല്, ഞാൻ കഴിച്ചാൽ അമ്മക്ക് പേടിയാവും. എനിക്ക് പേടിയാവും. നീ ഇല്ലെങ്കിൽ എനിക്ക് പേടിയാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നെ സഹായിക്കാൻ വരണമെന്ന്. താത്തൻ പറഞ്ഞതല്ലേ? താട്ടൻ പറഞ്ഞില്ല നിന്നോട്? എന്ത് പറഞ്ഞേ? താട്ടൻ എന്താ പറഞ്ഞത് പോകുമ്പോ? പാത്തുനോട് എന്ത് പറഞ്ഞിട്ടാ താട്ടൻ പോയേ? സഹായിക്കണം എന്നാ? ആരെ സഹായിക്കണം? അമ്മ എങ്ങനെ സഹായിക്കണം എന്നാ പറഞ്ഞേക്കുന്നേ? ഫുഡ് ബിരിയാണി ആക്കാം. അതെല്ലേ. ആദ്യം നമ്മൾ ചിക്കൻ വൃത്തിയാക്കാം. എന്നിട്ട് മുച്ചെടുത്ത് വെള്ളത്തിലിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ചിക്കൻ അതില് ഞാൻ ഇട്ട് വേവിച്ച് ആ ബിരിയാണിയിലിട്ട് നമ്മള് തിന്നും. ഒരു കസം കാല് ഒരു കസം അമ്മക്ക്, ഒരു കസം എനിക്ക്. എന്റെ ഫേവറേറ്റ് ആളുകൾക്ക് കൊക്കണ്ടേ. കൊറേ ദിവസമായി ചിക്കൻ തിന്നിട്ട്. പാവം, സോ സാഡ്. എന്റെ മോള് കൊറേ ദിവസമായി ചിക്കൻ കഴിച്ചിട്ട്. അമ്മയും തിന്നിട്ടില്ല. ഞാൻ കഴിച്ച്. എനിക്ക് താട്ടൻ ഹോട്ടലിൽ നിന്ന് വരുമ്പോ രാത്രി കൊണ്ടു തരാറുണ്ട്. അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട്. കുറച്ച് ദിവസമായി. ഇന്ന് എന്ത് പരിപാടിയായിട്ടാ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ അല്ലേ ചാരു ചേച്ചിന്റെ? ഹാപ്പി ബർത്ത്ഡേ ആണ് ചാരു ചേച്ചിന്റെ. പെരുന്നാളല്ലേ? കല്യാണം. പെരുന്നാളിന് അവള് കല്യാണം ആക്കും, ചിലപ്പോ ബർത്ത്ഡേ ആക്കും, ചിലപ്പോ വേറെ എന്തെങ്കിലൊക്കെ ആക്കും. ചാരു ചേച്ചിന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ഞാൻ ചിക്കൻ മുറിക്കുന്നത്. അതുകൊണ്ടാണ് ചിക്കൻ മുറിക്കുന്നത്. ചിക്കൻ മുറിക്കുന്നത് ഞാനാണ്. ബിരിയാണി താത്ത പറഞ്ഞിട്ട് പോയായിരുന്നു എന്നെ പിന്നെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണമെന്ന്. ഞാൻ ഇങ്ങനെ കാല് നീട്ടിയിരുന്ന് സഹായിക്കും. അത് ഏട്ടൻ പോകുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കണമെന്ന്. വെറുതെ പറഞ്ഞതാണ്. അപ്പൊ കുട്ടി അത് സീരിയസ് ആയിട്ട് എടുത്തു. അപ്പൊ തന്നെ എനിക്ക് ക്യാമറ ഒക്കെ കൊണ്ട് തന്നിട്ട് കുറച്ച് 10 ആൾക്കാരെയൊക്കെ അറിയിക്കാം. അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് പാത്തുത എന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി സഹായിക്കുവാണ് കേട്ടോ. അപ്പോൾ പാത്തു ഭയങ്കര കുക്കിങ്ങിൻ്റെ മൂഡിലാണേ. അപ്പോഴത്തേക്ക് ഇതാ മസാലയൊക്കെ ആക്കി റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പാത്തുത ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ 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 ഫ്രൈ ആക്കാം. ഫ്രൈ വേണ്ട വേണ്ട, എണ്ണ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ 2 ഡാൻസിനൊക്കെ ചൂടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ കുടുംബ പാരമ്പര്യമുള്ളവരാണ് ഡാൻസിന്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പാത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഇലയൊക്കെ വെട്ടിയിട്ട് അതിലേക്ക് ഇതാ നമ്മളെ ഗീ റൈസും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അമ്മയും മോളും കൂടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാനും പാത്തും മാത്രമേ ഉണ്ടായിരുന്നു. സാധാരണ അമ്മയും കുഞ്ചും ഏട്ടനും എല്ലാവരും ഉണ്ടാവുന്നതാണ്.
പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളേ, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവളെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ സമയം എനിക്ക് കണ്ടെത്താൻ പറ്റി. സംഭവം വേറൊന്നുമല്ല, ടി വിൻ്റെ റീചാർജ് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പാത്തുവിന് ഇത്ര സമയമെങ്കിലും എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ടി വിൻ്റെ മുമ്പൊന്നും കണ്ണെടുക്കത്തേ ഇല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ കഥ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.